Hi guys. Good morning. Good morning. സുന്ദരാണി ഫുഡ് കഴിക്കാൻ പോവാണ്. മുടിയിട്ടുണ്ട് എപ്പോഴേക്കും. അച്ഛാ ഇപ്പോൾ വന്നിട്ട് ഫുഡ് എടുക്കും. ഇന്ന് വെള്ളപ്പം ഗ്രീൻ പീസ് കറിയാണ്. സുൽത്താൻ്റെ ഫേവറേറ്റ് ആണ്. വെള്ളപ്പം 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 കാം. വെള്ളപ്പം വെള്ളപ്പം ബീൻസ് ബീൻസ് കാം. കണ്ട നമ്മളെന്തോ കണ്ടായിരുന്ന ഇതാണ് വെള്ള കുറുമക്കറി ബീൻസ് കറി നമുക്ക് കാണിക്കാൻ പറ്റില്ല. കുക്കറില കൈ ഉള്ളിട്ട് തച്ചിക്ക് നേരെ കാലുമക്കി അല്ലേ കണ്ണീര ചൊല്ലി പോക്ഷക്കുള്ള എണ്ണ എണ്ണാക്കാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മുടിയിട്ടായിരുന്നു. അപ്പം നമ്മുടെ കുട്ടിക്ക് അച്ചായിക്ക് വന്നിട്ട് വായിച്ചില്ല കേട്ടാ. ഇതെങ്ങനെ ഇരിക്കണം? പറടാ വിശേഷങ്ങൾ പറ. കുറുമ്പിക്കുട്ടിയാണ്, മടിച്ചുകുട്ടിയാണ്. ഇന്നലെ പക്ഷെ നല്ല കുട്ടിയായിട്ട് നന്നായിരുന്നു പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിറ്റേഷൻ എടുത്ത് വന്നാലറിയാം അല്ലേ? എത്തണം തെറ്റിക്കും എത്തണം റെഡി. അപ്പം ശ്രദ്ധ കുറവാണ്. അറിയാം പറയണത് ആവില്ല എഴുതാം. മനസ്സിലെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് എഴുതിക്കുക. വേഗം പണി തീർക്കാൻ പോലെയാണെന്ന് അറിയില്ലേ. അതാണ് അവസ്ഥ. ചേട്ടാ ഫുഡ് കൊടുക്കട്ടേട്ടാ. എന്തിനാ എത്ര നല്ല മുഖം അങ്ങോട്ട് കൊണ്ട് വലിച്ചു നീട്ടാണ്. പ്ലേറ്റ് മാത്രം മതി, കറി ഇവിടെ ഉണ്ട്. കുത്തണേ കുത്തിക്കൊണ്ടേ നല്ല പഠിച്ച മിഠായി കേട്ടോ. ഇതിട്ട് സ്ട്രോ ചെയ്തിട്ടും കഴിഞ്ഞില്ല. ലിച്ചിയുടെ സ്ട്രോ ആണ് കേട്ടോ. ഹായ് ഹലോ. എന്താണ് അമ്മയും കുട്ടിയൊന്നും പറയുന്നില്ലേ? നല്ല വൈകിട്ട് സുന്ദരിമണിയുടെ വീക്കെൻഡ് പർച്ചേസിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും പറഞ്ഞ സുന്ദരിമണി? എന്തൊക്കെ പറഞ്ഞു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോ. അപ്പൊ ഒന്നത്തെ ജ്യൂസ് കുടിക്കാൻ സ്ട്രോ. അപ്പൊ രണ്ടാമത്തെ സ്ട്രോ ഞാന് വെള്ളം കുടിക്കാൻ. ഞാൻ സ്വത്താരിക്ക് എല്ലാ ആഴ്ചയിലെ വീക്കെൻഡിൽ ഇതാ ദിലീഷ് വിളിച്ചിട്ട് കടയിൽ പോയിട്ട് പർച്ചേസ് ഉണ്ട്. സാധാരണ സൺഡേ ആണ് നടക്കാറ്. ഇന്നലെ ഇപ്രാവശ്യം സൺഡേ നടന്നില്ല. അതുകൊണ്ട് അത് മൺഡേ ആണ് നടന്നത്. ആയിട്ടോ ഇതൊക്കെ അവിടുന്ന് വാങ്ങിയ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. വേഗം കഴിച്ചോട്ടു. നീ ചൂടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം സെറ്റായിക്കോ. വേഗം സെറ്റാക്കി കൊടുത്തോ. റെഡിയാക്കി സെറ്റടിക്കോട്ട്. പട്ടാണിക്കറി ചൂടാറിയിട്ടില്ല. ഉണ്ണേ വന്നിട്ട് പട്ടാണിക്കറി കഴിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. ആ നല്ല ചൂടാ. പട്ടാണി വെച്ചിട്ട് ചൊത്താരെ എന്താ പറയുക ഇസ്റ്റൂന് എന്താ പറയുക അറിയാം. ബീൻസ് 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 സ്കൂളിൽ ബീൻസ് ഉണ്ടാക്കിത്തറേ. എന്താണ് ബാക്കി വിശേഷങ്ങൾ?
ഞങ്ങൾ തിങ്കളാഴ്ച ഇന്നലെ ദിലീഷ് വലിച്ചൻ്റെ അവിടേക്ക് പോയി. എൻ്റെ സുന്ദരി മണിക്ക് ഇഷ്ടമുള്ള 3 കളിപ്പാട്ടൊക്കെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മധുരമേ ആക്കി കഴിഞ്ഞാൽ അത് ആകതോ അത് അടച്ചേക്കേ അവിടേക്കേ ഒന്നും ചെയ്യണ്ട അവിടെ വെച്ചോ. ഫുഡ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഉണ്ടോ? നമുക്ക് സിമ്പിളാണ്. പരിപ്പെടുക്കണ്ട. പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് ആശം വരുമ്പോ ഇങ്ങനെ തുറക്കുക. എന്നിട്ട് അങ്ങനെ മുകളിലേക്ക് കുറച്ചിടുക. പ്ലാനാണ് സുന്ദരിയുടെ പ്ലാൻ നോക്കിയിട്ട് കാര്യമില്ലേ. എന്താണ് എല്ലാവരുടെയും അവിടെ നമ്മുടെ വീഡിയോ കാണുന്നവരോടൊക്കെ മഴ ഉണ്ട്. അവിടെ 1 മുതൽ വീണ്ടും കനത്ത മഴ തുടങ്ങുന്ന കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇന്ന് കാലത്ത് മുതൽ മൂടിക്കെട്ടിയ അവസ്ഥയാണ്. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നേരെ വൈകിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ആക്കിയില്ലേ നമുക്ക് വണ്ടി കിട്ടാം. അവിടെ നയനവല്യമൊന്നും ഇല്ലാത്ത കാരണം വണ്ടിക്ക് അഭിലാഷേട്ടൻ വന്നാലും ആരും പറയില്ല അവിടെ നിൽക്കാൻ. അതാ പറഞ്ഞ് അച്ചാച്ചൻ ചെല്ലുമ്പോൾ നമ്മൾ കൂടെ പോകണം. മിളക് കിട്ടാണ്ട് ഒന്നിന് കുട്ടിക്ക് കൊടുക്കാം. ഏറ്റവും മിളക് വെച്ച മറ്റുണ്ടാവും. എൻ്റെ കുട്ടി മിളക് നോക്കിയിട്ട് തിന്നും. ഞാനത് തെറ്റിയിട്ട് മിളക് കൊടുക്കാം. അതാണ് പ്രശ്നം. നേരായിട്ട് പറ്റുന്ന നേരായിട്ടാണ്. സൂപ്പർ കുട്ടികൾ എങ്ങനെ തന്നെ വേഗം കഴിക്കും. കുറുമ്പുട്ടികൾ നോക്കിക്കും. ദേട്ടിയെ അമ്മ ഉണ്ണിക്ക് വെള്ളം. എന്താ പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വീഡിയോ കാണുന്ന പോലെ അത് ലൈവ് വീഡിയോ അല്ല. എന്നാലും ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ തിരക്കായതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ ഇന്നലെ സുന്ദരമണീനെ കൊണ്ട് ദിലീഷ് വെളിച്ചെണ്ണോടെ പോയ കാര്യം പറഞ്ഞു. അപ്പോൾ ചാന്തപ്പാപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 2 പരിപ്പുവട 2 പഴംപൊരി വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ 4-5 ആളും കൂടിയിട്ട് കഴിച്ചു. ചാന്തൊരു ചെറിയ കഷ്ണം കഴിച്ചുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രിത്തെ കളി എല്ലാവരും കണ്ടില്ലേ? ബ്രസീൽ 2-1 ജപ്പാനെ പരാജയപ്പെടുത്തി. ഈ നല്ല വലിയ വലിയ ടീമുകളൊക്കെ ഇപ്രാവശ്യം നോക്കൗട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത കളികൾ എന്താവും അറിയില്ല. സെമി ഫൈനൽ പോലുള്ള കളികളിലൊക്കെ വലിയ വലിയ ടീം തന്നെ എത്തട്ടെ. കളികളൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. നമ്മളിപ്പോഴും നല്ല നല്ല കളികൾ നല്ല വലിയ വലിയ ടീമിൻ്റെ കളികളും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവർക്കും. ബ്രസീൽ, അർജൻറ്റീന, പോർച്ചുഗൽ പോലത്തെ മെയിൻ ടീമുകളിൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവരൊക്കെ ഈ വർഷം ഈ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് സംസാരങ്ങൾ കേൾക്കുന്നത്. എനിക്കറിയില്ല, അവരുടെ തീരുമാനങ്ങളാണ്. പക്ഷേ പ്രായം അനുസരിച്ച് അവർക്ക് അവർക്ക് അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അറിയില്ല. പലരും എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മെസ്സി കപ്പ് എടുത്തു. ബ്രസീലിന് 5 കപ്പ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് കുറേ വർഷമായി. നെയ്മർ, റൊണാൾഡോ അവരൊക്കെ കപ്പ് വാങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട അമ്പാനെ ചൊത്താര ഒരു സ്കൂളിൽ നിന്ന് വിളകടിച്ച വിശേഷമാണ് പറയാം. എൻ്റെ കുട്ടി വേഗം കഴിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ് വെള്ളയപ്പം കുറുമക്കറി. ഫേവറേറ്റ് അല്ലോ നേരെ ചൊത്താര ബീൻസ് എന്നാണ് പറയാ. അത് കുറുമക്കറി ഉണ്ട്. പക്ഷേ എല്ലാം റെഡിയാണ്. ഞങ്ങളിപ്പോൾ 2 വയസ്സിന് കഴിച്ച് ഇറങ്ങാൻ പോവാണ്. ചൊത്താര കുഞ്ഞു വരുമ്പോഴേക്കും അച്ചായൻ്റെ കുട്ടിക്ക് കുറി ഇറക്കിയുള്ളതൊക്കെ സെറ്റാക്കും. സൂപ്പർ കുട്ടിയാണ് സൂപ്പർ കുട്ടി. ശരിക്കും കഴിക്കണല്ലേ കാണുന്ന കളിയാക്കൂടെ കുറുമ്പ. വീഡിയോ കാണാൻ എല്ലാവരും എല്ലാവരൊക്കെ ചോദിക്കുന്നത് എന്തിന് ഈ വാരി കൊടുക്കുന്ന കുട്ടി ഒറ്റയ്ക്ക് കഴിക്കില്ലെന്ന്. കുട്ടി നോർമലി ഒറ്റയ്ക്കാണ് കഴിക്കുക. പക്ഷെ നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന ടൈമിൽ കുട്ടീനെ മാത്രം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും. സുന്ദരിമണി തീരെ പൊതച്ചിട്ട് കിടക്കില്ല. എത്ര തണവുണ്ടെങ്കിലും ഞാൻ വന്നു കഴിഞ്ഞാൽ മാത്രം സുന്ദരിമണി പൊതച്ചിട്ട് കിടക്കുള്ളൂ. അതാണ് സുന്ദരിമണിയുടെ ഒരു വിശേഷം. അതൊക്കെ പൊളിക്കാം. അച്ഛമ്മ ചോദിക്കും നല്ല രാത്രി ചോദിച്ചോ ഈ കുണ്ടെന്താ തീ കൊണ്ട് ഉണ്ടാക്കിയതാണാ സുന്ദരിമണി തണുത്ത് AC ഇട്ട് കിടക്കണതേ. അച്ഛമ്മക്ക് തണുത്ത് ഉറക്കിയ എന്നാ AC ഇട്ടാല് ഇട്ടിട്ട് ആള് പുതപ്പൊന്നും ഇടുന്നില്ലടോ.
ഞാനെന്നെ എ സിയിൽ കുറച്ച് നേരം മഴക്കാലം എ സി അധികം ആവശ്യമില്ല. എന്നാലും ഇത് തീരെ ഉപയോഗിക്കാനുള്ള വെച്ചിട്ട് ഞാൻ ദിവസം കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ടച്ചോളം പറയും. സ്വത്താരുണ്ടെങ്കിൽ ഞാൻ സ്വത്താരെയും കൂട്ടൊക്കെ എടുക്കണമെങ്കിൽ മണിങ്ങില്ല എന്നാ വേഗം മുട്ട തരാം. മറ്റേ സ്മാണു കേട്ടോ മോള് നാളെ കടിച്ചു ഇത്ര നോക്കി കൊടുക്കണ്ടേ ചേട്ടാ, കൊടുത്തോണ്ട് വെച്ചാൽ കുട്ടീനെ നാളെ കടിച്ചു ഓട്ടിണ്ട്. എന്താ പറ്റ തുണി കഴിച്ച കഴിഞ്ഞു കുട്ടി അറിയാണ്ട് മുളക് കടിച്ചതാ. ഇത് കഴിച്ചാൽ സെറ്റാവും. ഏട്ടിന്റെ കുട്ടി പണക്കാളെ പ്ലാനാണ് മനസ്സിലൊന്നല്ല. ഞാൻ എല്ലാം മാറ്റി ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. സ്വത്താരം ആയോട്ടോ നേരായിട്ടാ. ഇല്ലില്ല അച്ചായി അറിയാണ്ടത് നല്ല മുന്നേ കിട്ടി കഴിക്കേ നേരായിട്ട മുന്നാലേ. ഇന്നലെ ദേവട്ടൊന്നും ഇല്ല. ലീവ് അത്ര ലീവ് മണി എത്ര വെള്ളം മാത്രല്ലേ. ഇന്നലെ ലീവാന്ന് പറഞ്ഞോട് തിരിച്ചു വരുമ്പോ കണ്ടു എന്ന് പറഞ്ഞു വീട്ടില്. അല്ല മുന്നേ ദേവട്ട് നല്ല ലീവാന്ന് തിരിച്ചു വരുമ്പോ ദേവട്ടിന്റെ വീട്ടിൽ കണ്ടു. അല്ല മുന്നേ മുട്ടയ്ക്ക് വെള്ളം കൂടി കിട്ടാണ് ഒന്നതും കൂടി അച്ഛൻ സ്നേഹം നീ കൈയ്യേക്കോട്ടെ നേരായിട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടുണ്ണിയേ. പക്ഷെ 1 മണി വന്നിട്ട് വൈൻഡപ്പ് ചെയ്യും. ഞാൻ പുണ്ണിയ കാര്യങ്ങൾ നോക്കാൻ പോവാണ്. വയ്യോ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഉണ്ണി ഓഫ് ചെയ്യേണ്ട കൈ മോളുണ്ട്. വൈൻഡപ്പ് ചെയ്ത് ഓഫ് ചെയ്തോളൂ. ഞാൻ കൈ തുടച്ചു. ബൈ, സീ യു.